നമസ്കാരം. 4 വർഷം പിന്നിടാനിരിക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം യൂറോപ്പിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിച്ച ദുരന്തമാണ്. സ്വിസ് നഗരമായ ജനീവയിൽ നടന്ന ദ്വിദിന സമാധാന ചർച്ച കാര്യമായ പുരോഗതിയില്ലാതെ അവസാനിച്ചതോടെ സമാധാന പ്രതീക്ഷകൾ വീണ്ടും മങ്ങിയിരിക്കുകയാണ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കിയതുപോലെ വെടിനിർത്തൽ സംവിധാനങ്ങളിലും മേൽനോട്ട സംവിധാനങ്ങളിലും ഭാഗിക ധാരണയായെങ്കിലും ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ നിലപാടുകൾ ഇപ്പോഴും കടുത്തോ തന്നെയാണ്. പ്രത്യേകിച്ച് യുദ്ധത്തിനിടെ റഷ്യ കൈവശപ്പെടുത്തിയ വ്യാവസായിക ഹൃദയഭൂമിയായ ഡോൺബാസ് മേഖലയാണ് തർക്കത്തിന്റെ കേന്ദ്രം. യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ യുക്രൈന്റെ സപ്പോറിഷ്യയുടെ കാര്യത്തിലും തീരുമാനമുണ്ടായിട്ടില്ല. നിലവിൽ അത് റഷ്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. യുക്രൈന്റെ കിഴക്കൻ ഡൊണറ്റ്സ്ക് മേഖലയുടെ സമ്പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് വേണമെന്ന കടുംപിടുത്തം റഷ്യ തുടർന്നു. യുക്രൈൻ അതിന് തയ്യാറായില്ല എങ്കിൽ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കുമെന്നും ഭീഷണി മുഴക്കി. ആവശ്യം യുക്രൈൻ തള്ളി. റഷ്യയുടെ ഭാവി ആക്രമണങ്ങളിൽ നിന്ന് യുക്രൈന് സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പ് നൽകാത്ത ഒരു കരാറിലും ഒപ്പിടില്ല എന്ന് തീർത്തു പറഞ്ഞു. ചർച്ച കഠിനമായിരുന്നെന്നും ഒരുതരം ബിസിനസ് പോലെ തോന്നിയെന്നുമാണ് യുക്രൈൻ സംഘത്തെ നയിച്ച ദേശീയ സുരക്ഷാ സെക്രട്ടറി റുസ്തം ഉമറോവ് തുറന്നടിച്ചത്. കരാറിൽ ഒപ്പിടുന്നത് എത്രയും വേഗത്തിലാക്കണമെന്ന് ചർച്ച തുടങ്ങും മുൻപ് തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈന് അവസാന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ട്രംപ് റഷ്യയെക്കാൾ സമ്മർദ്ദം ചെലുത്തുന്നത് യുക്രൈനു മേലാണെന്നും വിട്ടുവീഴ്ച ചെയ്യാൻ ഒരു കക്ഷിയോട് മാത്രം പറയുന്നത് നീതിയല്ല എന്നും സെലൻസ്കിയും തുറന്നടിച്ചു. സമാധാന ചർച്ചകൾ റഷ്യ വലിച്ചു നീട്ടുകയാണോ എന്നും ആരോപിച്ചു. അതേസമയം ചർച്ചയിൽ അർത്ഥവത്തായ പുരോഗതി ഉണ്ടായി എന്നാണ് മധ്യസ്ഥനും ട്രംപിന്റെ ദൂതനുമായ സ്റ്റീവ് വിറ്റ്കോഫിന്റെ പ്രതികരണം. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ യുക്രൈന്റെ യൂറോപ്യൻ സഖ്യകക്ഷികൾ ചർച്ചയിൽ പങ്കെടുത്തു. 2022 ഫെബ്രുവരി 24 റഷ്യ യുക്രൈനിൽ അധിനിവേശം ആരംഭിച്ചത്. 2014 പിടിച്ച ക്രൈമിയ ഉൾപ്പെടെ യുക്രൈന്റെ 1/5 പ്രദേശങ്ങൾ നിലവിൽ റഷ്യയുടെ പക്കലാണ്. അതിനിടെ യുക്രൈൻ അധിനിവേശം നടത്താൻ റഷ്യക്ക് പിന്തുണ നൽകിയതിന്റെയും യുക്രൈൻകാരെ കൊല്ലാൻ കൂട്ടുനിന്നതിന്റെയും പേരിൽ ബെലറൂസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോയ്ക്ക് യുക്രൈൻ ഉപരോധം ഏർപ്പെടുത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അടുത്ത അനുയായിയാണ് അദ്ദേഹം. ചൊവ്വാഴ്ച രാത്രി 126 ഡ്രോണുകൾ റഷ്യ യുക്രൈനിലേക്ക് അയച്ചു. റഷ്യ ആക്രമണം കൂടുതൽ വ്യാപിപ്പിക്കുകയോ ശക്തിപ്പെടുത്തുകയോ ചെയ്താൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ യുക്രൈനിൽ മാത്രം ഒതുങ്ങില്ല. ഒന്നാമതായി മനുഷ്യാവകാശ പ്രതിസന്ധി രൂക്ഷമാകും. ലക്ഷക്കണക്കിന് സാധാരണ ജനങ്ങൾ വീണ്ടും കുടിയൊഴിയേണ്ടി വരും. യൂറോപ്പിലാകെ അഭയാർത്ഥി പ്രവാഹം വർദ്ധിക്കുകയും സാമൂഹിക ആർത്ഥിക സമ്മർദ്ദങ്ങൾ ഉയരുകയും ചെയ്യും. ഇതിനകം തന്നെ ക്ഷീണിച്ചിരിക്കുന്ന യൂറോപ്യൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഇത് വലിയ ആഘാതമായി മാറും. രണ്ടാമതായി ഊർജ്ജ വിപണിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. റഷ്യൻ എണ്ണയും പ്രകൃതിവാതകവും സംബന്ധിച്ച അനിശ്ചിതത്വം ആഗോള ഇന്ധന വില ഉയർത്തും. വികസന രാജ്യങ്ങൾ അതിന്റെ കനത്ത ആഘാതം നേരിടും. ഭക്ഷ്യധാന്യ വിതരണത്തിലും പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം യുക്രൈൻ ലോകത്തിലെ പ്രധാന ധാന്യ കയറ്റുമതിക്കാരിൽ ഒന്നാണ്. മൂന്നാമതായി ജിയോ പൊളിറ്റിക്കൽ തലത്തിൽ ഭീഷണി ഗുരുതരമാകുമെന്നുള്ളതാണ്. നാറ്റോ റഷ്യ സംഘർഷം കൂടുതൽ മൂർച്ഛിക്കാം. ഒരു പ്രാദേശിക യുദ്ധം വൻശക്തികളുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിമാറാനുള്ള ഭീഷണിയും തള്ളിക്കളയാനാകും. ആണവശക്തിയായ റഷ്യയുടെ നീക്കങ്ങൾ അന്താരാഷ്ട്ര സുരക്ഷാ സമവാക്യങ്ങളെ തകർക്കും. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൂടുതൽ കടുത്ത നിലപാട് സ്വീകരിച്ചാൽ അതിന്റെ പ്രതിഫലം ദീർഘകാല അസ്ഥിരതയായി. നാലാമതായി അന്താരാഷ്ട്ര നിയമത്തിന്റെയും സ്വാധീനാധികാരത്തിന്റെയും അടിസ്ഥാന തത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം ബലമായി കൈവശപ്പെടുത്തുന്നത് അംഗീകരിക്കപ്പെട്ടാൽ ലോകമെമ്പാടും സമാനമായ അതിക്രമങ്ങൾക്ക് വാതിൽ തുറക്കും. അതിനാൽ ഈ യുദ്ധം 2 രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നം എന്നതിലുപരി ആഗോള ക്രമസമാധാനത്തിന്റെ ഒരു പരീക്ഷണ ഘട്ടം കൂടിയാണ്. ഇത്തരം സാഹചര്യത്തിൽ സമാധാന ചർച്ചകൾക്ക് സാരഥ്യമേകുകയും യുദ്ധവിരാമം ഉറപ്പാക്കുകയും ചെയ്യുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അടിയന്തര ബാധ്യതയാണ്. അല്ല എങ്കിൽ റഷ്യയുടെ തുടർച്ചയായ ആക്രമണം ലോകത്തെ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും സുരക്ഷാ ഭീഷണിയിലേക്കും തള്ളിവിടും. സമാധാനം വൈകുന്നതൊന്നും ആരുടെയും ജയമല്ല, അത് മനുഷ്യരാശിയുടെ സംയുക്ത പരാജയമായി.